ഈ കേസിൽ പോലീസ് പത്രം സമർപ്പിച്ച വകുപ്പുകളിൽ 341, 294 എന്ന 2 വകുപ്പുകൾ ഒഴികെയുള്ള ബാക്കി മുഴുവൻ വകുപ്പുകൾക്കും, അതായത് ഗുരുതരമായി അപകടകരമായ ആയുധം ഉപയോഗിച്ച് ഗുരുതരമായി പരിക്കേൽപ്പിക്കൽ, സാധാരണ രീതിയിലുള്ള പരിക്കേൽപ്പിക്കൽ, കൊലപാതകം, ഈ 3 പ്രധാനപ്പെട്ട വകുപ്പുകളിലെല്ലാം തന്നെ കോടതി കുറ്റക്കാരനാണെന്ന് കണ്ടിട്ടുണ്ട്. ശിക്ഷയെക്കുറിച്ച് നാളെയാണ് പറയുന്നത്. ഈ വസ്തുതാപരമായി ഉന്നയിച്ച കാര്യങ്ങളെല്ലാം നിയമപരമായി അംഗീകരിച്ചിട്ടുണ്ടെന്നാണ് പ്രോസിക്യൂഷന് മനസ്സിലാക്കുന്നത്. വിധിപ്പകർപ്പിൽ അത് ഏതെല്ലാം രീതിയിലാണ് സ്വീകരിച്ചിരിക്കുന്നത് എന്നുള്ളത് വിധിപ്പകർപ്പ് വായിച്ച ശേഷം മാത്രമേ പറയാൻ കഴിയുകയുള്ളൂ. ശിക്ഷാവിധിയിൽ അപൂർവങ്ങളിൽ അത്യപൂർവമായിട്ടുള്ള കേസ് എന്ന പരിധിയിൽ ഈ കേസ് വരും എന്ന കാര്യം കോടതിയെ ബോധിപ്പിച്ചിട്ടുണ്ട്. സുപ്രീം കോടതിയുടെ 12ഓളം വിധിന്യായങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് 1978 മുതൽ 2015 ഇപ്പോൾ വരെയുള്ളത് കൊടുത്തിട്ടുണ്ട്. അത് വെച്ചുകൊണ്ട് ഇതിൽ പരമാവധി ശിക്ഷയായിട്ടുള്ള വധശിക്ഷ വേണമെന്ന നിലയ്ക്ക് പ്രോസിക്യൂഷൻ വാദിച്ചിട്ടുണ്ട്. അത് കൊടുക്കത്തക്ക രീതിയിൽ കോടതിയെ പ്രേരിപ്പിക്കുന്ന രീതിയിൽ തന്നെയാണ് വാദം നടത്തിയിട്ടുള്ളത്. അപൂർവമായി എന്ന് പറയാൻ എന്ത് ന്യായമാണ് പ്രോസിക്യൂഷൻ മുന്നോട്ട്? നിരായുധനായ ഒരു മനുഷ്യനെ അപകടകരമായൊരു വാഹനം കൊണ്ട് പിന്നാലെ ചെന്ന് ഇടിപ്പിച്ച് പരിക്കേൽപ്പിക്കുകയും അയാൾക്ക് വൈദ്യസഹായം കൊടുക്കാതെ 700ഓളം മീറ്റർ അകലെ ഒരു സ്ഥലത്ത് കൊണ്ട് ഒളിപ്പിച്ച് വെച്ച് പിന്നീട് പോലീസ് എത്തി അവിടെ വെച്ചും അയാളെ പട്ടി ചാവില്ല എന്ന് പറഞ്ഞുകൊണ്ട് ചവിട്ടി പോലീസ് എത്തി അയാളെ രക്ഷിച്ച് ആശുപത്രി കൊണ്ടുപോയി വരുന്ന ഒരു അവസ്ഥ എന്ന് പറയുന്നത് അതിക്രൂരമാണ്. കേരളത്തിന്റെ ചരിത്രത്തിൽ ഇതുവരെ ഉണ്ടായി എന്ന് സമാനതകളൊന്നും നമുക്ക് ഇതുവരെ ചൂണ്ടിക്കാണിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇതൊരു പലതരത്തിലുള്ള ഡിഫൻസ് എടുത്തു. ഒന്ന്, ഉന്മാദ വിഷാദ രോഗിയായിരുന്നു അദ്ദേഹം എന്നുള്ളത്. അതുകൂടാതെ ഇടയ്ക്ക് വാഹനാപകടമായിരുന്നു ഇത് എന്ന്, അങ്ങനെ പലതരത്തിലുള്ള ഡിഫൻസാണ് അവർ എടുത്തിരുന്നത്. ആ എടുത്തിരുന്ന ഡിഫൻസുകളൊന്നും തന്നെ സ്വീകാര്യമായിട്ടില്ല എന്നാണ് കോടതി വിധിയിൽ നിന്നും നമുക്ക് മനസ്സിലാകുന്നത്. അത് പ്രതിക്കെതിരായിട്ടുള്ള കുറ്റം സംശയ അതീതമായി പ്രോസിക്യൂഷൻ തെളിയിച്ചു കഴിഞ്ഞു. ചന്ദ്രബോസിന്റെ കുടുംബത്തെ വീണ്ടും അപമാനിക്കുന്നതിന് വേണ്ടി മരിച്ച ആളുകളുടെ ഒരു പ്രാധാന്യം ഒന്നും ചന്ദ്രബോസിനില്ല എന്നെല്ലാം വരുത്തി തീർക്കാനുള്ള ശ്രമം, അത് മരിച്ചയാളോടുള്ള ബഹുമാനക്കുറവ് കാണിക്കുന്ന സമീപനം തന്നെ. ഈ സമീപനം തന്നെയാണ് പ്രോസിക്യൂഷൻ കോടതി മുമ്പാകെ എടുത്തു കാണിച്ചത്. പണത്തിൻ്റെ ഒരു മേൽക്കോയ്മ ഉള്ള ഒരാൾക്ക് സാധാരണക്കാരനെ ചവിട്ടി മെതിക്കാൻ നിയമത്തിൻ്റെ ഒരു വഴികളിൽ അനുവദിക്കാൻ പാടില്ല എന്ന ഒരു സന്ദേശം കൊടുക്കണം എന്നതാണ് കോടതി പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടത്. അത് വിജയിച്ചിട്ടുണ്ട് എന്ന് ഞങ്ങൾ വധശിക്ഷ കൊടുക്കണം എന്നുള്ള ഇതിൽ തന്നെയാണ് പ്രോസിക്യൂഷൻ ഉറച്ചു നിൽക്കുന്നത്. അത് കോടതിയിൽ ആർഗ്യുകയും ചെയ്തു. അത് കൂടാതെ ഇപ്പോൾ പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടുള്ളത്, ഇയാൾ 5000 കോടി രൂപയുടെ സ്വത്തുക്കളുണ്ട്, 8000ഓളം തൊഴിലാളികളുണ്ട്, അതുപോലെ തന്നെ വിപുലമായിട്ടുള്ള ബിസിനസ് സാമ്രാജ്യമുണ്ട് എന്ന വ്യത്യസ്ത ഹർജികളെല്ലാം ഉന്നയിച്ചിരിക്കുന്നത് കൊണ്ട് പ്രോസിക്യൂഷൻ ആവശ്യപ്പെടുന്നത് 5 കോടി രൂപയുടെ നഷ്ടപരിഹാരം ചന്ദ്രബോസിന്റെ കുടുംബത്തിന് കൊടുക്കണം എന്ന നിലയ്ക്കാണ്. അത് കോടതിയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ടോ? If it is completed, ചന്ദ്രബോസ് വധക്കേസിൽ പ്രതി മുഹമ്മദ് നിഷാമിനെതിരെ ചുമത്തപ്പെട്ട പ്രധാനപ്പെട്ട കുറ്റങ്ങളെല്ലാം തെളിഞ്ഞിരിക്കുകയാണ്. പ്രതിക്ക് പരമാവധി ശിക്ഷയായ വധശിക്ഷ നൽകണം. അപൂർവങ്ങളിൽ അപൂർവമായ കുറ്റമായി കണ്ടുകൊണ്ട് പ്രതിക്ക് വധശിക്ഷ നൽകണമെന്നാണ് പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അന്വേഷണത്തിന്റെ ഘട്ടത്തിലെല്ലാം തന്നെ പോലീസ് വളരെ പ്രതിസന്ധിയിലാകുന്ന രീതിയിൽ മാധ്യമങ്ങളിൽ ഒരു പ്രചാരം അഴിച്ചുവിടുവാനായിട്ട് ഇതിന്റെ ബന്ധപ്പെട്ട ചില ആളുകൾക്കെങ്കിലും കഴിഞ്ഞിട്ടുണ്ട്. അത് പോലീസിന്റെ ഇടയിൽ തന്നെ ഒരുപക്ഷെ വിള്ളൽ വീഴ്ത്തുന്ന രീതിയിലായിരുന്നു. എന്നാൽ അന്വേഷണത്തിൽ അത്തരം പ്രതിസന്ധികളെല്ലാം മറികടക്കാനായിട്ട് അന്വേഷണത്തിലെ മേലുദ്യോഗസ്ഥന്മാരുടെ, പ്രത്യേകിച്ചും അന്നത്തെ ADGP ആയിരുന്ന ശ്രീ ശങ്കർ റെഡ്ഡി, കമ്മീഷണറായിരുന്ന ശ്രീമതി നിശാന്തിനി, പിന്നീട് ഇവിടെ കമ്മീഷണറായിട്ട് വന്ന ശ്രീ KG സൈമൺ, ഗുരുവായൂർ അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണറായിരുന്ന ശ്രീ ജയചന്ദ്രൻ, അതുപോലെ തന്നെ ഈ ഉദ്യോഗസ്ഥന്മാരെല്ലാം തന്നെ അന്വേഷണ ഉദ്യോഗസ്ഥരായ ശ്രീ ബിജുകുമാറിന് സമയോചിതമായിട്ടുള്ള എല്ലാ പിന്തുണയും കൊടുക്കുകയും മാർഗനിർദ്ദേശവും കൊടുക്കും. അതുകൊണ്ട് മാത്രമാണ് അതിസമർത്ഥമായ രീതിയിൽ ഈ കേസിന്റെ അന്വേഷണം പൂർത്തിയാക്കാനായിട്ട് ശ്രീ ബിജുവിന് കഴിഞ്ഞത്. ബിജു ഈ ഒരു പ്രത്യേകമായിട്ടുള്ള സാമർഥ്യവും കഴിവും തെളിയിച്ച കേസാണ്. അത് കേരള പോലീസിൽ തന്നെ അഭിമാനകരമായിട്ടുള്ള ഒരു നേട്ടമാണ് ഇതുകൊണ്ടുണ്ടായിട്ടുള്ളത്.